പാലായിൽ മാണി കേരള കോൺഗ്രസിന്റെയും CPM-ന്റെയും സംരക്ഷണയിൽ ലൈസൻസ് ഇല്ലാതെ 4 നില കൂറ്റൻ ഹോട്ടൽ അനുമതിയില്ലാതെ കഴിഞ്ഞ 1.5 മാസത്തിലേറെയായി പ്രവർത്തിച്ചു വരുന്ന സൺസ്റ്റാർ ഗ്രാൻഡ് കോർട്ട്യാർഡ് എന്ന ആർഭാട ഹോട്ടലിനെതിരെ യാതൊരു നടപടിയും എടുക്കാതെ ഉദ്യോഗസ്ഥർ. ഹോട്ടൽ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് നഗരസഭ നമ്പർ നൽകിയിട്ടില്ല, ഒക്കുപെൻസി സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല, ലൈസൻസുമില്ല. എന്നിട്ടും സർക്കാർ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി ഈ ആർഭാട ഹോട്ടൽ എങ്ങനെ നിർഭയം പ്രവർത്തിക്കുന്നു? ഇതൊന്നുമില്ലാതെ നഗ്നമായ ചട്ടലംഘനം നടത്തി പ്രവർത്തിക്കുന്ന ഹോട്ടലിന്റെ നികുതി നിർണ്ണയിക്കാനാവാതെ നികുതി ഇനത്തിൽ ലക്ഷങ്ങളാണ് നഗരസഭയ്ക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കെട്ടിട നമ്പറും ഒക്കുപെൻസി സർട്ടിഫിക്കറ്റുമായി കെട്ടിടത്തിന്റെ ഉടമകൾ മാനുവലായി സമർപ്പിച്ച അപേക്ഷ നഗരസഭ തള്ളിയിരുന്നു. കംപ്ലീഷൻ റിപ്പോർട്ടിൽ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് നൽകിയ പെർമിറ്റിലെ പ്ലാൻ പ്രകാരമല്ല നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നതെന്നത് ചൂണ്ടിക്കാട്ടിയാണ് നഗരസഭ അപേക്ഷ തള്ളിയത്. മാത്രമല്ല, കെട്ടിട നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിച്ചുകൊണ്ട് സ്മാർട്ട് വഴി പ്രോപ്പർ ചാനൽ വഴി അപേക്ഷിക്കാനാണ് മാനുവലായി നൽകിയ അപേക്ഷ തള്ളിക്കൊണ്ട് നഗരസഭ അധികൃതർ ഹോട്ടൽ ഉടമകൾക്ക് നൽകിയ നിർദ്ദേശം. എന്നാൽ ഇതുവരെയുമായി ഹോട്ടൽ ഉടമകളുടെ ഭാഗത്തു നിന്നും ഇത് സംബന്ധിച്ച് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നതാണ് നഗരസഭ അധികൃതർ തന്നെ വ്യക്തമാക്കുന്നത്. എന്നിട്ടും ചട്ടലംഘനം നടത്തി പ്രവർത്തിക്കുന്ന ആർഭാട ഹോട്ടലിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാതെ സർക്കാർ മാനദണ്ഡങ്ങളെ നോക്കുകുത്തിയാക്കി നിയമവ്യവസ്ഥയെ കളിയാക്കിക്കൊണ്ട് യഥേഷ്ടം ഹോട്ടൽ പ്രവർത്തിക്കുന്നു എന്നതാണ് ഏറെ വിരോധാഭാസം. 50,000 ചതുരശ്ര അടി വിസ്തൃതിയിൽ 4 നില കെട്ടിടത്തിലാണ് സൺസ്റ്റാർ ഗ്രാൻഡ് കോർട്ട്യാർഡ് എന്ന ആർഭാട ഹോട്ടൽ പ്രവർത്തിക്കുന്നത്. 450 പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാൻ സൗകര്യമുള്ള വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ AC റെസ്റ്റോറന്റുകളും 2 കോൺഫറൻസ് ഹാളും ഏറ്റവും ആധുനിക സുഖ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള 27 മുറികളുമുണ്ട്. കെട്ടിട നമ്പറും ഒക്കുപെൻസിയുമായി ഉടമകൾ സമർപ്പിച്ച കംപ്ലീഷൻ റിപ്പോർട്ടിൽ പ്ലാനിൽ രേഖപ്പെടുത്തിയ പ്രകാരമുള്ള വിധത്തിലല്ല കെട്ടിട നിർമ്മാണമെന്നും കണ്ടെത്തിയതായിട്ടാണ് നഗരസഭ മാനുവലായി നൽകിയ അപേക്ഷ തള്ളിയതും അപാകതകൾ പരിഹരിച്ചുകൊണ്ട് തന്നെ സ്മാർട്ട് വഴി അപേക്ഷിക്കാൻ നിർദ്ദേശിച്ചതും. പുതിയ ചട്ടപ്രകാരം സ്മാർട്ട് വഴിയാണ് ഇത്തരം സർട്ടിഫിക്കറ്റുകൾക്ക് അപേക്ഷിക്കേണ്ടത്. എന്നാൽ ഇവിടെ ഹോട്ടൽ ഉടമകൾ എന്തുകൊണ്ടാണ് സ്മാർട്ട് വഴി പ്രോപ്പർ ചാനലിലൂടെ അപേക്ഷിക്കാതെ നഗരസഭയിൽ നേരിട്ട് അപേക്ഷ നൽകിയത് എന്നതിലാണ് ദുരൂഹത. ഹോട്ടൽ ഉടമകൾ നഗരസഭയിൽ സമർപ്പിച്ച കംപ്ലീഷൻ റിപ്പോർട്ടിൽ 4 നില കെട്ടിടത്തിൽ ലിഫ്റ്റിന് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ NOCയും സാക്ഷ്യപത്രവും ഹാജരാക്കിയിട്ടില്ല എന്നതാണ് കർമ്മ ന്യൂസിന് ലഭിച്ച വിവരം. കൂടാതെ മലിനീകരണ നിയന്ത്രണ വകുപ്പിന്റെ NOCയും ഹാജരാക്കിയിരുന്നില്ല. ഇലക്ട്രിക്കൽ വർക്കുകളിൽ പ്രവൃത്തി ചെയ്ത കോൺട്രാക്ടറും ഉടമകളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും തമ്മിൽ ഒത്തുകളി നടന്നിട്ടുണ്ടെന്നും ആരോപണമുണ്ട്. ഹോട്ടൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ട് 1.5 മാസത്തിലേറെയായിട്ടും വൈദ്യുതി കണക്ഷൻ ഇതുവരെ നൽകിയിട്ടില്ല. നിലവിൽ കെട്ടിട നിർമ്മാണ ആവശ്യത്തിന് അനുവദിച്ച കണക്ഷനാണുള്ളത്. 200 kV ലോഡ് HD കണക്ഷനാണ് ഹോട്ടൽ പ്രവർത്തിക്കാൻ വേണ്ടത്. ഇതിന് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ എമർജൻസേഷൻ അനുമതി വേണം. അതിനുശേഷമേ വൈദ്യുതി കണക്ഷൻ അപേക്ഷിക്കാനാകൂ. സ്പെഷ്യൽ റെസിഡൻസി കാറ്റഗറിയിൽ പ്രവർത്തിക്കുന്നതിനുള്ള അനുമതിയാണ് ഹോട്ടലിന് നൽകിയിട്ടുള്ളത്. നഗ്നമായ ചട്ടലംഘനം ബോധ്യപ്പെട്ടിട്ടും 1.5 മാസത്തിലേറെയായി അനധികൃതമായി കൂസലില്ലാതെ തന്നെ പ്രവർത്തിക്കുന്ന ഹോട്ടലിനെതിരെ നടപടിയെടുക്കാതെ ഉടമകളുടെ വഴിവിട്ട നടപടികളെ സാധൂകരിക്കാൻ സാവകാശവും അവസരവും നൽകുന്ന നഗരസഭയുടെ നടപടി ഗുരുതരമായ കൃത്യവിലോപം തന്നെയാണ്. പാലാ സ്വദേശികളായ ജോസ് അഗസ്റ്റിനും BG ചാക്കോ മയിലാടൂരുമാണ് ഹോട്ടലിന്റെ ഉടമകൾ. ജോസ് അഗസ്റ്റിൻ കേരള കോൺഗ്രസ് M പ്രവർത്തകനും പാർട്ടി ചെയർമാൻ ജോസ് K മാണിയുമായി അടുത്ത ബന്ധമുള്ളയാളാണ് എന്നതാണ് വിവരം. പാലാ നഗരസഭ ഭരിക്കുന്നത് LDF ആണെങ്കിലും ഭരണം കൈക്കൊള്ളുന്നത് കേരള കോൺഗ്രസ് M ആണ്. കേരള കോൺഗ്രസിലെ തോമസ് പീറ്റർ ആണ് ചെയർമാൻ. ഹോട്ടൽ പ്രവർത്തനം തുടങ്ങിയതുമായി ബന്ധപ്പെട്ട് നടന്ന പത്രസമ്മേളനത്തിലും ഉദ്ഘാടന ചടങ്ങുകളിലും സൽക്കാര ചടങ്ങുകളിലും ഒക്കെ തന്നെ സജീവമായി പ്രവർത്തിച്ചത് കേരള കോൺഗ്രസിന്റെ ഒരു കൗൺസിലർ ആണ് എന്നത് വീഡിയോകളിലും ഫോട്ടോകളിൽ നിന്നും പകൽ പോലെ വ്യക്തമാകുന്നു. ഉദ്യോഗസ്ഥർക്കും ഉടമകൾക്കും ഇടയിൽ പാലമായി പ്രവർത്തിച്ചത് ഈ കൗൺസിലർ ആണ് എന്നതാണ് ആരോപണം ശക്തമായി ഉയർന്നു കേൾക്കുന്നത്. നഗരസഭാ ഉദ്യോഗസ്ഥർക്കും കൗൺസിലർമാർക്കും ഹോട്ടലിൽ നൽകിയിരുന്ന 5 കോഴ്സ് വിരുന്ന് സൽക്കാരം പ്രാദേശിക ചാനലിൽ വാർത്ത വന്നതോടെ തന്നെ മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറ്റിയതിന്റെ തെളിവും പുറത്തു വന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.